ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, നല്ലൊരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തരികയാണല്ലോ. സുന്ദരമായ ദിവസത്തെ ഏറ്റവും ധന്യമാക്കാൻ കർത്താവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ വചനവും ആത്മീയതയും ദൈവത്തിൻ്റെ സ്നേഹവും എല്ലാം നമുക്ക് ആവശ്യമായിരിക്കാൻ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ ഏറ്റവും ശ്രേഷ്ഠമാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവവചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ഒത്തിരി സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂതിന് ആധാരമായിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനങ്ങൾ 90 നിന്നാണ്. 90-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 90:17. ഞങ്ങളുടെ ദൈവമായ യഹോവേ, അങ്ങയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഒന്നോടെ രണ്ടാവർത്തി ആ വാക്യത്തിൽ വന്നിരിക്കുന്ന വാചകം ഒന്നോടെ ഞാൻ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുത്തു പറയുന്നു. ദൈവമേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ, സാധ്യമാക്കി തരണമേ. 90-ാം സങ്കീർത്തനം അധികം വായിക്കാറില്ല നമ്മൾ. എന്തുകൊണ്ടോ? മരണവീടുകൾക്കും മരണനിമിഷങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും ആ സങ്കീർത്തനത്തിനില്ല. എങ്കിലും നമ്മളങ്ങനെ ശീലിച്ചു പോയി. ഒത്തിരി ആത്മീക രഹസ്യങ്ങൾ, ഒത്തിരി സ്വർഗീയ മർമ്മങ്ങൾ അന്തർലീനമായിരിക്കുന്ന സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. ഓരോ വാചകങ്ങളിലും അടങ്ങിയിരിക്കുന്ന ആത്മീക ആഴങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കണം. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാചകത്തിനകത്ത് മോശയാണ് ഈ സങ്കീർത്തനം രചിച്ചത്. അവസാനത്തെ വാചകത്തിനകത്ത് സങ്കീർത്തന രചയിതാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കാനുള്ള കഴിവ് തന്നാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഓരോരുത്തർക്കും ഒരു കാര്യം സാധ്യമാക്കി എടുക്കാനുള്ള കഴിവ് വ്യത്യസ്ത രീതിയിലാണ്. എല്ലാവർക്കും ഒരുപോലല്ല കഴിവ്. ചില ആളുകൾ എന്ത് ചെയ്താലും നമ്മുടെ ഭാഷ പറഞ്ഞാൽ കോളാക്കി കളയും. എന്നാൽ ചില ആളുകൾ തന്മയത്വത്തോടെ ഒരു കാര്യം സാധ്യമാക്കി കയറി വരാൻ കഴിവും കരുത്തുമുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ എത്രയോ പേർ കാര്യം സാധ്യമാക്കുന്ന കരുത്തന്മാരുണ്ടെന്നറിയൂ. ജീവിതം, മുമ്പോട്ടുള്ള ഗമനങ്ങൾ, ഓരോരോ കാര്യങ്ങൾ ഇത് സാധ്യമാക്കിയെടുക്കുക, പ്രായോഗികമാക്കുക, പ്രാക്ടിക്കലാക്കുക, വിജയിപ്പിക്കുക എന്ന് പറയുന്നതിനകത്താണ് ഏറ്റവും വലിയ കാര്യമിരിക്കുന്നത്. പദ്ധതികൾ ആവിഷ്കരിക്കാൻ എല്ലാവർക്കും കഴിയും. എത്രയോ സർക്കാരുകൾ നമ്മുടെ നാട്ടിൽ വന്നുപോയി. വലിയ പ്ലാനുകൾ, സ്വപ്നങ്ങൾ, സ്വപ്ന പദ്ധതികളൊക്കെ അവർ വാഗ്ദാനം ചെയ്തു. പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ സമയത്തൊക്കെ എല്ലാവരും ഒരുപാട് പദ്ധതികൾ വാഗ്ദാനം ചെയ്യും. പക്ഷേ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ സാധ്യമാക്കിക്കൊണ്ടുവരിക, അത് നടപടിയിൽ വരുത്തുക, ജനസമക്ഷം അത് പ്രായോഗികമാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം സാധ്യമാക്കണമെങ്കിൽ ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ആവശ്യം വരും. ചിലപ്പോൾ വലിയ വലിയ തടസ്സങ്ങളെ മാറ്റേണ്ടി വരും. ചിലപ്പോൾ എതിരാളികളെ ഇല്ലാതാക്കി എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയെങ്കിലും ഒരു കാര്യം സാധ്യമാക്കേണ്ടത് ഒരു വഴി തന്നെ നമ്മുടെ വീട്ടിലേക്ക് വേണം. അതൊരു കാര്യമാണ്. അത് സാധ്യമാക്കിയെടുപ്പാൻ എത്രയോ പേര് എന്നെപ്പോലുള്ള ആളുകളുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു. കോടതി വിധിച്ചു, സർക്കാർ അനുകൂലമാണ്, പക്ഷേ എന്ത് ചെയ്താലും ഇത് സാധ്യമാക്കി കിട്ടാത്ത പലരും ഇന്നും നമ്മുടെ മണ്ണിൽ നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്നുണ്ട്. വിധി അനുകൂലമാണ്, കയ്യിൽ പണമുണ്ട്, പക്ഷെ സാധ്യമാക്കാൻ പറ്റുന്നില്ല. സുന്ദരിയായ മകൾ ബാങ്കിൽ പണമിട്ടിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ക്രമീകൃതമാണ്, പശ്ചാത്തലങ്ങൾ നല്ലതാണ്, പക്ഷേ വിവാഹ ആലോചനകൾ വരുന്നുണ്ട്. പക്ഷേ വിവാഹം നടന്നെങ്കിലല്ലേ കാര്യം സാധ്യമാകത്തുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കെട്ടും മട്ടും കഴിവും നടപ്പൊക്കെ കണ്ടാൽ, ഓട്ടവും ചാട്ടവും ഒക്കെ കണ്ടാൽ എല്ലാ കാര്യവും സാധ്യമാക്കുന്നത് നമ്മളാണെന്നൊരു തോന്നൽ, ഈ ഭൂമി കറക്കുന്നത് പോലും നമ്മളാണെന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് ചിലപ്പോൾ ചിലരെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയാണോ ഭൂമി കറക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ആ നിപ്പും സംഭാഷണവും അഹങ്കാരവും തലയെടുപ്പും ഒക്കെ കണ്ടാൽ പുള്ളിയാണിത് കറക്കുന്നതെന്ന് തോന്നിപ്പോകും. അതുപോലെ വലിയ അഹംഭാവത്തോടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എത്ര വലിയ മനുഷ്യനാണെങ്കിലും ഒരു കാര്യം നാം എല്ലാവരും ഓർക്കണം, കാര്യം സാധിക്കണമെങ്കിൽ കർത്താവ് കനിയണം. കാര്യം സാധിക്കണമെങ്കിൽ
ഇത് മോശക്കാരനാണോ? എന്തെല്ലാം കാര്യം സാധിപ്പിച്ച് കൊണ്ടുവന്നൊരു മനുഷ്യനാണ്. 400 ചില്ലാം വർഷങ്ങൾ അടിമത്തത്തിൽ വെച്ചിരുന്ന ഒരു വലിയ രാഷ്ട്രമെന്ന് പറയാം. 10-25 ലക്ഷം ആളുകൾ വരുന്ന ബഹുശതം സമൂഹത്തെ ഫറവോൻ എന്ന് പറയുന്ന കിരാത സാമ്രാജ്യത്തിനും കൊട്ടാരത്തിനും അകത്ത് കയറിയിട്ട് 10 പ്രാവശ്യം കയറി ഇറങ്ങി വിട്ടുതരാത്ത ശക്തിയുടെ കയ്യിൽ നിന്ന് തൻ്റെ ജനത്തെ വിടിവിച്ചിറക്കി ദൈവത്തിന് വേണ്ടി മരുഭൂമിയിലിറക്കി ചെങ്കടൽ പിളർന്ന് മേഘത്തണലിലൂടെ അവരെ ഒറ്റക്കെട്ടായി നയിക്കാൻ കാര്യസാധ്യം പ്രാപ്തിയിലാക്കാൻ കഴിവുള്ള കരുത്തനായ നേതാവല്ലേ മോശ? പല കാര്യങ്ങളും അദ്ദേഹം സാധിപ്പിച്ചല്ലോ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണെങ്കിലും. പക്ഷേ 90-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം അദ്ദേഹം കെഞ്ചുകയാണ്, കേഴുകയാണ്. എന്താണ് കേഴുന്നത്? ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തി ഒന്ന് സാധ്യമാക്കി തരണേ. അതങ്ങനെ വായിക്കണം, അപ്പോഴാണ് നമുക്കൊരു ഫീൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ 90-ാം സങ്കീർത്തനം ശവത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് വായിച്ച് തീർക്കും പോലെ വായിക്കുകയല്ല. ഇതൊരു മഹാമനുഷ്യൻ്റെ ദൈവമുമ്പിലുള്ള അഭയാചനയാണ്. ആ അഭയാചന ഇങ്ങനെയാണ്: ഇതൊന്ന് സാധ്യമാക്കി തരണമേ. ആ വലിയ മനുഷ്യൻ, നമ്മളെക്കാളൊക്കെ ഭയങ്കരനായ ദൈവത്തെ കണ്ട മനുഷ്യൻ, ഇന്നൊരു വിഷയത്തിൻ്റെ മുമ്പിൽ, നീറിപ്പുകയുന്ന ഒരു ഭാരത്തിൻ്റെ മുമ്പിൽ ദൈവമുമ്പിൽ വന്ന് കൈകൾ കൂപ്പി കെഞ്ചുന്നു. എന്ത്? എൻ്റെ ചില കാര്യങ്ങൾ സാധ്യമാക്കി തരണമേ. ഞാൻ വിശദീകരണം ചുരുക്കിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകാത്ത കാര്യങ്ങളുമായി ഭാരപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒത്തിരി ശ്രമിച്ചിട്ടും സാധ്യമാകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ബന്ധങ്ങളില്ലാത്ത കൊണ്ടല്ല, പറയാൻ ഭാഷ അറിയാത്തത് കൊണ്ടല്ല, സംസാരിപ്പാൻ അറിയാത്തത് കൊണ്ടല്ല, നമ്മുടെ കയ്യിൽ പിടിപ്പുകേടുള്ളത് കൊണ്ടല്ല, നമുക്കേതാണ്ടും കുറ്റവും കുറവും ഉള്ളത് കൊണ്ടല്ല. ഇതൊന്നുമല്ല കാര്യം. ഈ ആത്മീയത്തിലേക്ക് കിടന്നാൽ പ്രാർത്ഥനയുണ്ട്, ജീവിതമുണ്ട്, ഉപവാസമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും സാധ്യമാകാത്ത ചില കാര്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പെട്ടുകിടക്കുവാണോ? ഞാൻ ആദ്യം ഒരു കാര്യം പറയാം സഹചരേ. മോശയ്ക്കും ചില കാര്യങ്ങൾ സാധിപ്പിക്കാൻ ദൈവത്തോട് കേഴേണ്ട വന്നില്ലേ? ഒരു കാര്യം നമ്മൾ ഉൾക്കൊള്ളണം: എല്ലാ കാര്യമൊന്നും മനുഷ്യനെ കൊണ്ട് സാധിപ്പിക്കാൻ പറ്റില്ല. എല്ലാ കാര്യമൊന്നും സാധിപ്പിക്കാൻ പറ്റില്ല. അതാദ്യം അറിയണം. എനിക്ക് മാത്രമല്ല, എന്നേക്കാൾ കരുത്തന്മാർ വിരാജിച്ചൊരു മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത്. അവരിൽ പലരും പലതും സാധിക്കാൻ പറ്റാതെ തലതാഴ്ത്തി കടന്നു പോയവരാണ്. എന്നാൽ ഇന്ന് എനിക്കൊരു ദൈവമുണ്ട്, എന്തും സാധിപ്പിച്ചു തരാൻ കരുത്തൻ, കാര്യം സാധിപ്പിക്കാൻ കഴിവുള്ളവൻ, സാധ്യമാക്കി തരാൻ അധികാരമുള്ളവൻ. ആ ദൈവം എൻ്റെ ദൈവമാണ്. ആ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ ജീവിതത്തിലെ കാര്യസാധ്യങ്ങൾ ഇനി ആരിലൂടെ നടക്കും? ചിലപ്പോഴൊക്കെ ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ചായൻ ജീവിച്ചിരുന്ന കാലത്ത് എൻ്റെ എല്ലാ കാര്യവും സാധിപ്പിച്ച് തന്നുകൊണ്ടിരുന്നത് അച്ചായനായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ കാര്യവും സാധിപ്പിച്ചു കൊടുത്തത് അദ്ദേഹമായിരുന്നു. ഞങ്ങളൊന്നും അറിയണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ തീർന്നു എന്ന് പറയാൻ വരട്ടെ. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാരെയോ ഇവിടെ ഇല്ലാതായി തീർന്നുള്ളൂ. പക്ഷേ ഈ ഭൂമിയിൽ നമുക്കൊരു ജന്മം തന്ന ദൈവം ഇല്ലാതായിട്ടില്ല. ആ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വലുതാകട്ടെ. നിങ്ങളുടെ സകല കാര്യവും സാധിപ്പിക്കാൻ ദൈവത്തിന് കഴിയും കേട്ടോ. ഞാൻ അടുക്കലിരുന്നൊരു സ്നേഹിതനെ പോലെ പറയുക: നിങ്ങൾ അധൈര്യപ്പെടരുത്, നിങ്ങൾ തളരരുത്, നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ഏത് കാര്യവും ഈ ദൈവവുമായിട്ടായിരിക്കട്ടെ. ഭൂമിയിലെ ഏറ്റവും വലിയ ബന്ധം. ഈ ദൈവത്തിന് ഭാരം തോന്നുന്നതൊന്നും ഞാൻ പ്രവർത്തിക്കത്തില്ലെന്ന് ഇത് കേട്ടോണ്ട് തന്നെ പറ. അങ്ങയ്ക്ക് നീരസം വരുന്നതൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് വരില്ല. ഞാൻ അങ്ങയാണ് പ്രിയപ്പെടുന്നത്. അങ്ങയോടാണ് എനിക്ക് ഏറ്റവും പ്രിയം. അങ്ങ് കഴിഞ്ഞിട്ടേ ബാക്കി ആരുമുള്ളൂ. അങ്ങയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ അനുസരിക്കാം. പറ, ഇത് കേട്ടോണ്ട് തന്നെ പറ. എന്നിട്ട് പറ, ഇവിടെ ഈ രാജ്യത്ത്, ഈ ദേശത്ത് ഞാനിപ്പോൾ പെട്ടുകിടക്കുന്ന ഈ സ്ഥിതിയിൽ എൻ്റെ കാര്യമൊന്ന് സാധിപ്പിക്കാൻ ഇവിടെ ആരുമില്ല. പക്ഷെ ഞാൻ ഈ വാക്യത്തെ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കാര്യം സാധ്യമാക്കി തരില്ലേ? തരണം എന്ന് ദൈവത്തോട് പറ. ദൈവം അത് തീരുമാനിച്ചാൽ പിന്നെ എതിരാളികളൊരു എതിരാളിയാണോ?
ദൈവം കാര്യം സാധ്യമാക്കി തരും. യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, ജീവിക്കാൻ കൊതിക്കുന്നവർ, പരീക്ഷ എഴുതിയിട്ടും പരാജയപ്പെടുന്നവർ, ഒത്തിരി കോംപ്രമൈസിന് ശ്രമിച്ചിട്ടും അപ്പുറം നിൽക്കുന്നയാൾ സമ്മതിക്കാത്തതുകൊണ്ട് ഭാരപ്പെടുന്നവർ, സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും സ്വസ്ഥത വരാത്തവർ, വെറുതെ ശത്രുക്കളെപ്പോലെ നമ്മെ ഉപദ്രവിക്കുകയും നമ്മുടെ നല്ല കാലം ഇല്ലാതാക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരുടെ മുമ്പിൽ ഒന്നും സാധിക്കാതെ ഭാരപ്പെടുന്നവർ, എല്ലാവരോടും പറയുന്നു, നിങ്ങൾ പുറകോട്ട് മാറി നിൽക്കരുത്. തീരുമാനിച്ച തീരുമാനങ്ങളൊന്നും നടക്കാതെ പോകരുത്. കാര്യം സാധ്യമാക്കുന്നൊരു ദൈവമുള്ളിടത്തോളം കാലം നിങ്ങൾ ഭാരത്തിലാകരുത്. ദൈവം കാര്യം സാധ്യമാക്കി തരും. വിശ്വസിച്ചുകൊണ്ട് പുറകോട്ട് നടക്കാതെ മുന്നോട്ട് നടക്ക്. കാര്യം സാധ്യമാക്കുന്നവൻ കൂടെ വരും. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കാര്യം സാധ്യമാക്കുന്നവൻ്റെ കരുത്ത് ഇന്നു മുതൽ തെളിയിക്കണമേ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.